മറ്റുള്ളവരുടെ മതിപ്പ് പിടിച്ചെടുക്കുവാൻ മനുഷ്യർ ചെയ്യുന്ന വേലകൾ എല്ലാ കാലത്തും ചിരിക്ക് വക നൽകും. ഇത് ആധ്യാത്മിക രംഗങ്ങളിലായാൽ അതിനെ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ശരിയല്ലേ? നമുക്കത് ചിന്തിക്കാം. നമ്മുടെ സമൂഹത്തിൽ ആഘോഷങ്ങൾക്കായി മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന അനാവശ്യ ആഡംബരങ്ങൾ എന്നും ഏറെ വിമർശിക്കപ്പെടാറുണ്ട്. എന്ന് കണ്ട് സ്വന്തം കാര്യം വരുമ്പോൾ ഈ വിമർശിക്കുന്നവർ പോലും സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിൽ വീണു പോകുന്ന അവസ്ഥ നാം കാണുന്നു. വാടകയ്ക്കെടുത്ത ആഭരണങ്ങളും ഉടയാടകളും വാഹനങ്ങളും കടം മേടിച്ചുണ്ടാക്കുന്ന ആർഭാടങ്ങളും നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അതിൽ നിന്നും പിന്തിരിയില്ല. ഈ മനോഭാവം ആത്മീയ വരങ്ങളിൽ വെച്ച് പുലർത്തുന്നതിനെയാണ് വിശുദ്ധ പൗലോസ് വിമർശിക്കുന്നത്. അവൻ പറയുന്നു, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിക്കരുത്. അവനവന് ലഭിച്ചിട്ടുള്ള വരം വിശ്വസ്തയോടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ അപ്പോസ്തലൻ റോമയിലെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തുവിലെ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങൾ ആയിത്തീർന്നിട്ടുള്ള സകലർക്കും ദൈവം ആത്മാവിൻ്റെ വരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഒരു വരമെങ്കിലും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ വിശുദ്ധ പൗലോസ് നമുക്ക് നൽകുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മവരം മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്കായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അത് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നതായി കാണുന്നത്. അല്ലാതെ വരുന്നത് ജഡത്തിൻ്റെ പ്രകടനം മാത്രമാകും. മറ്റുള്ളവരിൽ മതിപ്പുളവാക്കുവാനും എനിക്ക് ലാഭം ഉണ്ടാക്കുന്നതുമായ വരങ്ങളാകുന്നു അനേകരും ആഗ്രഹിക്കുന്നത്. അതില്ല എന്ന് തോന്നിയാൽ അത് കൃത്രിമമായി ഉണ്ടാക്കുവാനും മനുഷ്യൻ മടിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ പേർക്കും അറിയാവുന്ന വരങ്ങൾ രോഗശാന്തി, പ്രവചനം, അന്യഭാഷാ ഭാഷണം ഇത് മാത്രമാണ്. ഈ പറഞ്ഞതല്ല ദാനം ചെയ്യുവാനോ ശുശ്രൂഷിക്കുവാനോ പ്രബോധിപ്പിക്കുവാനോ ഒക്കെയുള്ള വരമാകുന്നു ദൈവം നൽകിയിട്ടുള്ളതെങ്കിൽ അതിനെ അംഗീകരിക്കില്ല. അതിനെ അവഗണിച്ച് പേരും പെരുമയും കിട്ടുന്ന വരങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുന്നു. ഇതിനെ പൗലോസ് സുബോധമില്ലായ്മ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം തന്നെ ഒന്ന് നോക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം പഠിച്ചിരുന്നല്ലോ. ഇന്ന് 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുന്നത്. ആ ഭാഗത്ത് പൗലോസ് വളരെ കൃത്യമായി നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടെ ഇനിയും പഠിക്കുവാനായിട്ട് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും നമുക്ക് ആ വരങ്ങളെ എപ്രകാരം പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണം ലഭിക്കുന്നുണ്ട്. വളരെ ഉന്നതമായ ഒരു ചിന്ത ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കണ്ടത് ഒരു വ്യക്തി ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ആ ദൈവഹിതത്തിൽ തന്നെ മാനസികമായി വ്യത്യാസപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. 12-ാം അധ്യായം നാം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളണം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാവർത്തിക തലത്തെക്കുറിച്ചാണ് 12 മുതൽ അധ്യായങ്ങളിൽ പൗലോസ് സംസാരിക്കുന്നത്. അതുവരെ പ്രധാനമായും പൗലോസ് സംസാരിച്ചിരുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൈദ്ധാന്തികമായ ആ വശത്തെക്കുറിച്ചാണ്. 2 വശമുണ്ടല്ലോ, തിയറിയും പ്രാക്ടിക്കലും എന്ന് നാം പറയുന്നത് പോലെ. ഇവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഒരു രൂപാന്തരപ്പെട്ട ജീവിതത്തിനുള്ള ആഹ്വാനം അത്ര ഇത്. രൂപാന്തരപ്പെടുവീൻ എന്നിവിടെ തർജ്ജമ ചെയ്തിരുന്ന വാക്ക് വേറെ 3 ഭാഗത്ത് മാത്രമേ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ 2 മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറുരൂപമലയിലെ രൂപാന്തരത്തെ വിവരിക്കുന്നതാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു
ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് മൂന്നാമത്തേത്. ആകൃതിയിലോ സ്വഭാവത്തിലോ ഉള്ള വ്യത്യാസം എന്നർത്ഥമാണ് ഈ വാക്കിനുള്ളത്. പച്ചപ്പുഴു ഈ രൂപാന്തരത്തിന് വിധേയമായി മനോഹരമായ ചിത്രശലഭമായി പുറത്തു വരുന്നത് ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. പഴയത് എന്ന് തോന്നാത്ത വിധം വിപ്ലവകരമായ വ്യതിയാനം സംഭവിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സമൂല പരിവർത്തനം അഥവാ രൂപാന്തരം ഉണ്ടാക്കുവാനാണ് പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നത്. എന്നാൽ അത് സാധ്യം ആകണമെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് ലഭിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ. ദൈവത്തോടുകൂടെ തനിയെ പർവ്വതത്തിൽ 40 ദിനരാത്രങ്ങൾ ചെലവഴിച്ച ശേഷം ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല എന്ന് പുറപ്പാട് ദിവസം 34 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ നാം വായിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മപൂർണനായി സ്തേഫാനോസ് തൻ്റെ ശത്രുക്കളായ സന്നിധി സംഘത്തിലെ ആളുകളെ അഭിമുഖീകരിച്ചപ്പോൾ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു എന്നും അപ്പോസ്തല പ്രവൃത്തികൾ 6:15 പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തിൻ്റെ തിരുവചനത്തിൽ ലഭിക്കുന്ന ഉദാഹരണങ്ങളത്രേ ഇവ. കർത്താവായ യേശുക്രിസ്തുവിനെ മുഖാമുഖമായി കണ്ടുമുട്ടുമ്പോൾ ഒരു വിശ്വാസിയിലും ഈ വിധത്തിലുള്ള രൂപാന്തരം അനുഭവിക്കുവാനിടയാകും. 1 യോഹന്നാൻ 3:2 നാം കാണുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. നമ്മുടെ സ്വഭാവത്തിൽ ഈ സാദൃശ്യം ഇപ്പോഴേ ഉളവാക്കുവാൻ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നു. അങ്ങനെ അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മുടെ മുഖത്ത് പ്രകാശിക്കുവാൻ ഇടയാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ത്വക്കിൽ എന്തെങ്കിലും സുഗന്ധദ്രവ്യം പുരട്ടി സൗന്ദര്യം വരുത്തുകയല്ല ചെയ്യുന്നത്. ഇന്ന് അതുപോലെ സൗന്ദര്യം വരുത്തുവാൻ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ആന്തരികമായി പ്രവർത്തിക്കുകയാണ്. അവിടുന്ന് മനസ്സിനെ പുതുക്കുകയും ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് വാസ്തവത്തിലുള്ള രൂപാന്തരം. അവൻ ഉപദേശപരമായി വ്യത്യാസപ്പെടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ന് വായിക്കുന്നല്ലോ. ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് ഉള്ളത് മനസ്സിലാക്കേണ്ടത് ഓരോ ദൈവപൈതലിൻ്റെയും ചുമതലയാണ്. കർത്താവുമായുള്ള കൂട്ടായ്മയിൽ ദൈനംദിനം മുൻപോട്ട് പോകുമ്പോൾ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുന്നതായി അവന് കാണുവാൻ കഴിയും. അത് ഉത്തമമായതിനാൽ അത് അവൻ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നിത്യമായ നന്മയ്ക്കുള്ളതല്ലാതെ എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയില്ല. നമ്മുടെ അഭിപ്രായങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒരുപക്ഷെ ഘടകവിരുദ്ധമായിരിക്കാം ദൈവം ആവശ്യപ്പെടുന്നത്. ജാതീയനായ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ പത്രോസിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ പത്രോസിനുണ്ടായ അനുഭവം അതായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10 അധ്യായത്തിൽ നാം വായിക്കുന്നല്ലോ. നമ്മെക്കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു എന്ന് നമ്മെ വിശ്വസിപ്പിച്ച് വഞ്ചിക്കുവാൻ പിശാച് ശ്രമിക്കുന്നു. എന്തായിരുന്നാലും ദൈവഹിതം സ്വീകാര്യവും തങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിച്ചിട്ടുള്ളവർ അത് ശരിയെന്ന് തെളിയിക്കുകയും ചെയ്യും. അവസാനമായി ദൈവഹിതം പൂർണ്ണതയുള്ളതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ നന്നാക്കുവാൻ നമ്മുടെ യാതൊരു പദ്ധതിക്കും കഴിയുകയില്ല. നാം ഭാഗികമായിട്ടേ കാണുന്നുള്ളൂ. ദൈവം പൂർണ്ണമായി കാണുന്നവനാണ്. ഭൂതകാലത്തിലെ ചില ഭാഗങ്ങൾ മാത്രമേ നാം കാണുന്നുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ പരിമിതമായ കാഴ്ചശക്തിക്കനുസരിച്ചാണ് നാം കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ ദൈവമോ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയെ നിത്യതയുമായുള്ള ബന്ധത്തിൽ പൂർണ്ണമായി കാണുന്നു. എപ്പോൾ, എവിടെ, എന്തുകൊണ്ട് നാം മറ്റുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നു എന്ന് ദൈവം കാണുന്നു. സകല പ്രവർത്തനങ്ങളെയും അവൻ തൂക്കി നോക്കുന്നു. അവൻ സകല സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്നു. അവൻ്റെ ഹിതം പൂർണ്ണമത്രേ. അങ്ങനെ ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എന്ന നിലയിൽ വ്യത്യാസപ്പെട്ട വ്യക്തിയായി തീരുന്നു. അവൻ തൻ്റെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുകയും തികച്ചും പുതിയതും മേന്മയേറിയതും ഉന്നതവുമായ ജീവിതം സ്വീകരിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഈ പുതിയ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യബന്ധങ്ങളിൽ എപ്രകാരം സ്പർശിക്കുന്നു എന്നതാണ് ബാക്കിയുള്ള ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്.
അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ദൈവപൈതൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് വിഷയം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഈ വാക്യം നമ്മുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ കുറേ കൂടി ലളിതമായി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപയാൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്, ആവശ്യത്തിൽ കൂടുതൽ ആരും തങ്ങളെ തന്നെ ഉന്നതരായി ചിന്തിക്കരുത്. പിന്നെയോ ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ബുദ്ധിയോടെ തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. വേറൊരു തർജ്ജിമ പറയുന്നത്, ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങളെ തന്നെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങളെപ്പറ്റിയുള്ള മതിപ്പിൽ സ്വയം സത്യസന്ധരായിരിക്കുവീൻ എന്നത്രേ. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ ആ പ്രസ്താവനയ്ക്കുണ്ടായിരുന്ന മൂർച്ച, അതിൻ്റെ ആ കത്തൽ, ഈ പറഞ്ഞ തർജ്ജിമകളിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതത്രേ ഞാൻ കാണുന്നത്. വിശുദ്ധ പൗലോസ് ഇതെഴുതുമ്പോൾ തൻ്റെ മുഖത്ത് പ്രകടമായ ആ വിചിത്രമായ പുഞ്ചിരി ഞാൻ എൻ്റെ ഭാവനയിലങ്ങ് കാണുകയാണ്. കാരണം വിശ്വാസികളെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു വലിയ പങ്കും ഉന്നത സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുവാൻ തിടുക്കം കാട്ടുന്നവരായിട്ടാണ് പൗലോസ് കാണുന്നത്. സ്ഥാനവും മാനവും മാത്രം ലക്ഷ്യമായിട്ടുള്ള ഒരു പോക്ക്. പറയാതിരിക്കുവാൻ തരമില്ല, ഇന്നും ഇതല്ലേ സ്ഥിതി സുഹൃത്തെ? ഇന്ന് അനേകർക്കും ലക്ഷ്യം എന്തെങ്കിലും ഒരു സ്ഥാനം മാത്രമാണ്. ആളിന് ആ പണി ചെയ്യുവാൻ കഴിയുമോ ഇല്ലയോ എന്നതല്ല പ്രശ്നം, സ്ഥാനം അങ്ങ് കൊടുത്തേക്ക്. സുഹൃത്തെ, താങ്കൾ അർഹിക്കുന്ന സ്ഥാനങ്ങൾ ഒക്കെ തന്നെയാണോ ഇപ്പോൾ കൈയടക്കി വച്ചിരിക്കുന്നത്? അതോ കയ്യൂക്കുകൊണ്ടോ കാര്യം കണ്ടതാണോ? സുഹൃത്തെ, നമുക്ക് മറ്റാരെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. സ്വയം ഒന്ന് പരിശോധിക്കാം. താങ്കൾ സത്യസന്ധമായിട്ടാണോ താങ്കളെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്? സത്യസന്ധമായി ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ താഴ്മ വർദ്ധിക്കും. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ നാം പഠിക്കും. നമ്മുടെ ജാതിയെക്കുറിച്ച് ഉള്ള ഭാവം, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാവം, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ ഭാവം, ഞാൻ ഏതാണ്ടാകുന്നു എന്ന ഉന്നത ഭാവം, ഈ ഇല്ലാത്ത ഭാവമുണ്ടെന്ന് കാണിക്കുവാൻ എന്തെല്ലാം വേലകളാണ് നാം കാട്ടിക്കൂട്ടുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും 90% ദുരഭിമാനമല്ല മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളതാണോ എന്നല്ല, 4 പേര് കാണണം എന്ന ഒരൊറ്റ ചിന്ത. നമ്മുടെ വീടുകളിലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ദിവസങ്ങളിൽ ഈ ദുരഭിമാനം എത്രമാത്രമാകുന്നു നമ്മെ ചൂഷണം ചെയ്യുന്നത്. അതെ, ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് ഓർക്കുക. ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല. താങ്കൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യമുള്ളവ ഏവ എന്നൊന്ന് പരിശോധിച്ചിട്ട് അത് ചെയ്യുമോ? സുഹൃത്തെ, വാസ്തവത്തിൽ ഈ ദുരഭിമാനം താങ്കളെ ചൂഷണം ചെയ്യുകയാണ്, ഇല്ലേ? വസ്ത്രവ്യാപാരികൾ, ടാക്സി ഡ്രൈവർമാർ, ആഭരണ കച്ചവടക്കാർ, പിന്നെ ഇപ്പോൾ ശവപ്പെട്ടി ഉണ്ടാക്കുന്നവർ പോലും ചൂഷണം ചെയ്യുകയാണ്. ആരും എന്നോട് പിണങ്ങേണ്ടതില്ല, വാസ്തവമാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ശവസംസ്കാരം പോലും എന്തൊരു ആർഭാടത്തോടെയാണ്. ഈ ദുരഭിമാനികൾക്ക് ചേരുന്ന വിധത്തിലുള്ള ശവപ്പെട്ടിയും ബാൻഡ് മേളങ്ങളുമെല്ലാം ലഭിക്കുന്നത് കാര്യമായി. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരുക. ഞാൻ കുറ്റം പറയുകയല്ല, കുറ്റം ചെയ്യുന്നവരുടെ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അപേക്ഷിക്കുക മാത്രമാണ്. നമ്മളല്ലാത്ത ഈ ഭാവം നമ്മെ നശിപ്പിക്കുകയല്ലേ? ഞാനായി തന്നെ ജീവിക്കുവാൻ തുടങ്ങിയാൽ അതെന്തൊരു സുഖമാണെന്നറിയാമോ? എന്നാൽ നമ്മുടെ സമൂഹമുണ്ടോ അതിന് നമ്മെ അനുവദിക്കുന്നു? എന്തിന് സമൂഹത്തെ കുറ്റം പറയണം? നാം അതിന് വിധേയപ്പെട്ടതല്ലേ? അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. സുബോധമാകും വണ്ണം ഭാവിക്കണം. ചുരുക്കത്തിൽ, സുബോധമില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിച്ച് ഭാവിക്കുന്നത്, അഭിനയിക്കുന്നത്. ക്രിസ്തീയ ഗോളത്തിൽ നാം നമ്മെ തന്നെ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നവരായി തീരരുത്. അതാണ് പൗലോസ് പറയുന്നത്. തങ്ങളുടെ കഴിവുകളും സ്വഭാവവും വരങ്ങളും അമിതമായി എടുത്തു കാട്ടുന്ന അപകടകരമായ ചിന്താഗതി വിശ്വാസികളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് സഭയിലെ മറ്റു വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ ശരിയായി കാണുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടതത്രേ.
സുഹൃത്തെ, നാം ഭാവിക്കേണ്ടതിനും മീതെ ഭാവിച്ചുയരുവാൻ ശ്രമിക്കരുത്. നമ്മുടെ കഴിവുകേടുകളെ അംഗീകരിക്കുവാൻ നാം തയ്യാറാകേണ്ടതും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതത്രേ. താങ്കൾ ആയിരിക്കണമെന്ന് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്നത് എത്ര ആനന്ദകരമാണെന്നറിയാമോ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇനിയും 4-5 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ഇവിടെയാണ് ആദ്യമായി പൗലോസ് അപ്പോസ്തലൻ സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന മഹത്തായ വിഷയം അവതരിപ്പിക്കുന്നത്. കൊരിന്ത്യർ, എഫേസ്യർ, കൊലോസ്യ ലേഖനങ്ങളുടെ മുഖ്യ വിഷയം ഇതാണ്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയിൽ സഭ ഒരു ശരീരത്തെപ്പോലെ പ്രവർത്തിക്കേണ്ടതാണ്. പല അംഗങ്ങൾക്കും ഒരേ വരമല്ല ഉള്ളത് എന്നത്രേ അതിൻ്റെ അർത്ഥം. എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു വരം താങ്കൾക്കുണ്ടായിരിക്കാം. ശരീരത്തിൽ 100 കണക്കിന് അവയവങ്ങളുണ്ട്. അതിനാൽ 100 കണക്കിന് വരങ്ങളുമാണുള്ളത് എന്ന് കരുതാവുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും വരങ്ങളുടെ പൂർണ്ണമായ പട്ടിക പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളപ്പോൾ മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത പുതിയ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് പൗലോസിനെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. ഒരു കാര്യം നാം ഓർക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലിന്, അങ്ങനെ വിശ്വസിക്കുമ്പോൾ നാം അവൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാകുന്നുവല്ലോ. അങ്ങനെ നാം അംഗങ്ങളായി കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ചെയ്യുവാൻ ഓരോ ഉത്തരവാദിത്വം, ഓരോ ജോലി ദൈവം തന്നിട്ടുണ്ട്. ആ ജോലിയാണ് വരം. ആ ഉത്തരവാദിത്വം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങൾക്ക് ചെയ്യുവാനായി ലഭിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വം. അതില്ലാത്ത ആരും അവൻ്റെ സഭയിലില്ല. ഈ കാര്യം നാം പ്രത്യേകം ഓർത്തോണം. ചിലർക്കുള്ള വരം എല്ലാവരും കാണുന്ന വിധത്തിൽ ചെയ്യുവാനുള്ള കാര്യങ്ങളായിരിക്കാം. ചിലർക്ക് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ആരും കാണാതെ ചെയ്യുവാനായി ലഭിച്ചിട്ടുള്ളതാകാം. നമുക്കറിയാമല്ലോ, പുറമെയുള്ള അവയവങ്ങളെക്കാൾ വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന എത്രയോ അവയവങ്ങൾ നാം ആയുസ്സിൽ ഒരിക്കലും കാണാത്തതായിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം തന്നെ നോക്കിക്കേ, എത്രയോ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. കൈയില്ലാതെ ഒരുവന് ജീവിക്കുവാൻ സാധിച്ചെന്ന് വന്നേക്കാം, ഹൃദയമില്ലാതെയോ? തലച്ചോറിൻ്റെ പ്രവർത്തനം നോക്കിക്കേ, അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീർന്നിട്ടുള്ള നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഓരോ ഉത്തരവാദിത്വമുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്നാര് ചെയ്യുന്നതാണ് വലുത്, ഞാൻ ചെയ്യുന്നത് അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് ഒരിക്കലും ആർക്കും ചിന്തിക്കുവാൻ സാധിക്കില്ല. അണിവിരലിന് പോലും അതിൻ്റേതായ പ്രവർത്തനമുണ്ട്. 6-ാം വാക്യത്തിലേക്ക് വരാം. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. കരിസ്മാറ്റ എന്ന ഗ്രീക്ക് വാക്കാണ് വരങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കൃപ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഇതിൽ നിന്നുള്ളതാണ്. കൃപ അഥവാ ദാനം എന്ന് ഇതിനെ തർജ്ജിമ ചെയ്യാവുന്നതത്രേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കൾക്ക് നൽകുന്നതാണത്. പ്രവാചകൻ്റെയോ ഉപദേശകൻ്റെയോ വരങ്ങളുള്ള മനുഷ്യരെ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നു. വരമുള്ളതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ വരവും അതോടെ ചേർന്ന് ഓരോ വേലയും നിവർത്തിപ്പാനായിട്ടുണ്ട്. വരങ്ങൾ വ്യത്യാസങ്ങളാകുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ചില ആളുകൾക്ക് വരം ലഭിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സഭയിലെ ഓരോ അംഗത്തിനും ഓരോ വരമുണ്ട്. നമ്മോടുള്ള ദൈവകൃപയുടെ ഒഴിച്ചുകൂടാത്ത ഭാഗമാണ് വരം എന്നുള്ളത്.
ദൈവം താങ്കളെ രക്ഷിച്ച് വിശ്വാസികളുടെ സമൂഹത്തിലാക്കി വെച്ചാൽ പ്രവർത്തിക്കേണ്ടതാണ്. ഒരു യന്ത്രത്തെ പോലെയല്ല, ഒരു ശരീരത്തിൻ്റെ അവയവത്തെ പോലെയാണ്, ജീവനുള്ള ഘടകം പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. വരം ഉപയോഗപ്പെടുത്തുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കും. ഓരോ ദൈവപൈതലും തനിക്ക് ലഭിച്ചിരിക്കുന്ന വരം എന്താണെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്കൾക്കൊരു പ്രത്യേക വരം ലഭിച്ചിരിക്കുന്നു എന്ന് താങ്കൾ ചിന്തിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കൾ അതിനെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്കൾ എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്ന് പരിശോധിക്കണം. മറ്റുള്ളവർക്ക് താങ്കൾ വാസ്തവത്തിലൊരു അനുഗ്രഹമായിരിക്കുന്നുവോ? സഭയുടെ അഭിവൃദ്ധിക്ക് താങ്കൾ വാസ്തവത്തിലൊരു അനുഗ്രഹമായിരിക്കുന്നുണ്ടോ? അതോ ഹാനിയായിത്തീരുകയാണോ ചെയ്യുന്നത്? ഇവിടെ പ്രവചനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാവിയെ കുറിക്കുന്ന മുന്നറിയിപ്പായിട്ടല്ല, പിന്നെയോ ദൈവത്തിങ്കിൽ നിന്നുള്ള ഏത് ദൂതും ഇതിൽ ഉൾപ്പെടുന്നു. പ്രവചനം വിശ്വാസത്തിന് അനുപാതികമായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. വരത്തിന് യോജിച്ച രീതിയിൽ ദൈവം വിശ്വാസവും ശക്തിയും നൽകുന്നു. 7-ാം വാക്യത്തിൽ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ. നോക്കണേ, എത്ര വരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശുശ്രൂഷ, സേവന മനോഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങളെയാണ് ശുശ്രൂഷ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തോട് ബന്ധപ്പെട്ട ബഹുവിധ ശുശ്രൂഷയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവമക്കളുടെ സമൂഹത്തിൽ ഈ വരങ്ങളുടെ ബഹുവിധ രൂപങ്ങൾ കാണാവുന്നതാണ്. സാധാരണക്കാരന് ചെയ്യുവാൻ കഴിയാത്ത അസാമാന്യ പ്രവർത്തനങ്ങളെയാണ് ശുശ്രൂഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ശരിയല്ല എന്ന് കണ്ട് ഞാൻ ശുശ്രൂഷയെ ചെറുതാക്കി സംസാരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. മറിച്ച് ചെറുതെന്ന് താങ്കൾ കരുതുന്നവയെ ഉന്നതമാക്കി കാണിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കെന്നോ വരമാ, പ്രസംഗിക്കുവാൻ കഴിയില്ല, പാടുവാൻ അറിയില്ല, പൊതുവിലൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിവില്ല. സുഹൃത്തെ, താങ്കൾക്ക് ശുശ്രൂഷിക്കുവാനുള്ള കഴിവുണ്ടോ? ആരാധനയ്ക്ക് ആളുകൾ വരുന്നതിന് മുൻപ് ആ ഇരിപ്പിടമൊക്കെ ഒന്ന് ക്രമീകരിക്കുവാൻ, ആ സ്ഥലവും പരിസരവും ഒന്ന് വൃത്തിയാക്കുവാൻ, പുസ്തകങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചു വെക്കുവാൻ, ഇന്നിടത്ത് ഇന്നാർക്ക് നടന്നു വരുവാൻ പ്രയാസമാണ്, ആ ആളിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടു വരുവാൻ, ആ സൺഡേ സ്കൂളിലൊന്ന് പഠിപ്പിക്കുവാൻ, എന്തെന്ത് ശുശ്രൂഷകളാണ് സുഹൃത്തെ! ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കാത്തതിനാലല്ലേ താങ്കൾ ചെയ്യാത്തത്? അതെ, വൃത്തിയാക്കപ്പെട്ട ഒരു സ്ഥലത്തിരുന്ന് ഒന്ന് ആരാധിക്കുവാൻ തന്നെ എന്തൊരു രസമാണെന്നറിയാമോ? ഞാൻ രസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ആ അർത്ഥം മനസ്സിലായല്ലോ. അതിൻ്റെ ആ പ്രത്യേകത ഒന്ന് വേറെയാണ്. നമ്മുടെ പല ആരാധന സ്ഥലങ്ങളും എത്രമാത്രം വൃത്തികെട്ട് കിടക്കുകയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൃത്തികെട്ട ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുവാൻ നമുക്ക് ആർക്കും താല്പര്യം തോന്നാറില്ല, ഉണ്ടോ? വൃത്തിയില്ലാത്തൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിപ്പാൻ നമുക്ക് ആർക്കും താല്പര്യം തോന്നാറില്ല. പിന്നെ നിവൃത്തി കെട്ടാൽ പോകും, അത്രമാത്രം. വൃത്തികെട്ട ഒരു സ്ഥലത്ത് പോയിരുന്ന് ആരാധിക്കുന്നത് തീർച്ചയായും ആ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ കുഴപ്പം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇരിപ്പിടം മുഴുവൻ പൊടി, പരിസരം മുഴുവൻ കാടും അതിനകത്ത് പാമ്പും, പ്രാകാഷ്ടം നാറിയിട്ട് പല ആരാധന സ്ഥലങ്ങളിലും കയറാൻ പോലും തോന്നില്ല. ചിലന്തി വലയുടെ കാര്യം പറയണ്ട. അവിടെ എല്ലാം ഉള്ളവർക്ക് ശുശ്രൂഷാവരം മാത്രമായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കാറുണ്ട്. ശുശ്രൂഷിക്കുക എന്നതിൽ അനേകം വരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് സുഹൃത്തെ. ചില കൂട്ടങ്ങളിൽ പുതുതായി ആരെങ്കിലും വന്നാൽ അവിടെയുള്ളവർ തിരിഞ്ഞു നോക്കുക പോലുമില്ല. ചില കൂട്ടങ്ങളിൽ യാദൃച്ഛികമായി കടന്നു വരുന്നവർ കാണും എന്ന് കരുതി അവർക്ക് വേണ്ടി ഉച്ചയ്ക്ക് ഊണ് പോലും തയ്യാറാക്കി വെച്ചിട്ട് വരുന്ന അമ്മച്ചിമാരുണ്ട്. എന്തൊരു ശുശ്രൂഷയില്ലേ? അല്ല സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ എന്ത് ശുശ്രൂഷയാണ് ചെയ്യാറുള്ളത്? ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇന്നു മുതൽ വല്ലതും ഒന്ന് ചെയ്യുവാൻ ആരംഭിക്കൂ. പ്രബോധനം എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പാരക്ലേസിസ് എന്നത്രേ. അക്ഷരാർത്ഥത്തിൽ അടുത്തേക്ക് വിളിക്കുക എന്നാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ പ്രബോധിപ്പിക്കുക എന്നാൽ ആശ്വസിപ്പിക്കുക എന്നത്രേ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള പ്രത്യേകമായ കഴിവ് ചിലർക്കുണ്ട്. എത്ര അനുഗ്രഹീതമായ ഒരു വരമാണിതെന്നറിയാമോ? എനിക്കൊരു വ്യക്തിയെ അറിയാം. ആളിന് പ്രസംഗിക്കുവാനുള്ള കഴിവൊന്നുമില്ല. എന്നാൽ എനിക്ക് എന്തെങ്കിലും രോഗമോ മാനസിക സംഘർഷമോ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തി എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും. ആശ്വസിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരം തന്നെ. എന്നോട് മാത്രമല്ല മറ്റ് അനേകരോടും ഇതേ വിധത്തിൽ ഇദ്ദേഹം വർദ്ധിക്കുന്നത് എനിക്കറിയാം.
പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവനത്തിലും മറ്റും അദ്ദേഹം ചെന്നാൽ എന്തൊരു ആശ്വാസം ആയിരിക്കുമെന്നറിയാമോ? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും അനേകരും ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മുൻപിൽ കാണാറുള്ളത്. തന്മൂലം നാം ചെറുതെന്ന് നാം ചിന്തിക്കുന്നതിന് വില കൽപ്പിക്കാറില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, അത് എത്ര ചെറുതായിരുന്നാൽ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന അതേ ഗൗരവത്തിൽ ദൈവത്തിനു വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്യുവാൻ സാധിക്കുമോ? ദൈവം നിങ്ങൾക്ക് എത്ര നല്ല വരങ്ങളാണ് നൽകിയിരിക്കുന്നത്. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ ദൈവകരങ്ങളിൽ നിങ്ങളതിനെ സമർപ്പിക്കുമോ? ഇന്ന് ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ഓരോ ദിവസവും ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. TWR ജീവസന്ദേശം ബൈബിൾ പഠനങ്ങൾ അടങ്ങിയ മീഡിയ പ്ലെയർ ലഭ്യമാണ്. ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.